നമുക്കൊരു പെർഫോമറെ വിളിക്കാനുള്ള സമയമാണ്. ഇന്ന് വരാൻ പോകുന്ന പെർഫോമർ നമുക്ക് വേണമെങ്കിൽ ഒരു സ്പെഷ്യൽ ചൈൽഡാണ്. കുറച്ച് ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റൽ പ്രോബ്ലം അങ്ങനെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും കലയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരെയും ഇന്ന് നമുക്ക് പരിചയപ്പെടാം. നമുക്ക് വേണ്ടിയിട്ട് പാട്ടൊക്കെ പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പാട്ടുകാരിയാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അമൃത മണി. അപ്പോ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഈ റെഡ് കാർപ്പറ്റ് എപ്പിസോഡ്സ് ഒക്കെ കാണാറുണ്ടല്ലോ, ഇഷ്ടമാണോ ഈ പ്രോഗ്രാം? പിന്നെ ചേച്ചിയുടെ പരിപാടിയെല്ലാം ഞാൻ കാണാറുണ്ട്. നല്ല രസമാണ്. ഇവിടെ ഓരോ കണ്ടസ്റ്റന്റും അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. അതെ അതെ അതെ. അപ്പൊ ഇന്ന് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് അമൃതയുടെ ഒരു പെർഫോമൻസ് കാണാനാണ്. ശരിക്കും എവിടുന്നാ വരുന്നത്? ഞാൻ പത്തനംതിട്ട ആനിക്കാട് വരുന്നത്. പത്തനംതിട്ട ആനിക്കാട് നിന്നാണ് വരുന്നത്. പിന്നെ ചേച്ചിയുടെ വലിയ ഫാനാട്ടോ. ചേച്ചിയുടെ മൂവി സിനിമ എല്ലാം കാണാറുണ്ട്. ചേച്ചിയെ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചല്ല. എന്തായാലും ഇന്ന് ആ ആഗ്രഹം സാധിച്ചല്ലേ. എനിക്ക് ഒരുപാട് സന്തോഷം. എന്റെ ഒരു ആരാധികയെ നേരിട്ട് കാണാൻ സാധിച്ചതിൽ. നല്ല മിടുക്കിയായിട്ട് ഇരിക്കണം. നമുക്ക് ഇന്ന് കുറെ പാട്ട് പാടിത്തരും ഞങ്ങൾക്ക്. അത് ഒരു പാട്ടേ പാടിത്തരുള്ളൂ. പിന്നെ ചേച്ചി പിന്നെ പറഞ്ഞാൽ പാടാ. ഇഷ്ടമുള്ള ഒരു സിനിമ നടൻ ആരാണ്? നമ്മുടെ സ്വന്തം അഭിനയിച്ച ഒരാളാണ്. എന്റെ കൂടെ അഭിനയിച്ച ഒരാളോ? അതാരാണ്? യു മീൻ ലാലേട്ടൻ? മോഹൻലാൽ? ലാലേട്ടനാണ് നമ്മുടെ അമൃത കുട്ടിക്ക് ഇഷ്ടം. ഈ പാട്ടല്ലാണ്ട് ഡാൻസ് ഒക്കെ ചെയ്യോ? പിന്നെ ആണോ? മിമിക്രി ആരുടെ? മിമിക്രി നമ്മുടെ ആനിമേസ് നായകന്മാര് ഒക്കെ ചെയ്യാൻ. ഞങ്ങക്ക് വേണ്ടിട്ട് ഒരു മിമിക്രി അല്ലേ ചെയ്യാൻ പോണേ? എഴുന്നേറ്റോട്ടെ. എഴുന്നേറ്റോ. ഞാൻ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. എൻ്റെ കൃഷ്ണ, എൻ്റെ പൊട്ട മനസ്സിൽ പാല് പോന്ന് തിന്നിയപ്പോൾ ഞാനിങ്ങോട്ടേക്ക് ഓടി വന്നേ. നീ എന്നെ കൈവിട്ടണ്ടേ. അടിപൊളി അടിപൊളി. എന്നാ നമുക്കിനി കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. തീർച്ചയായിട്ടും. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഇത് അമൃതയുടെ അമ്മയാണ്. അമ്മയുടെ പേര് ഗീത. അപ്പോ അമൃതയുടെ ഈ പാട്ടും മിമിക്രിയും ഡാൻസിനും ഒക്കെ കൂടെ സപ്പോർട്ടായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. ഇനി ഇതാരാണ്? അനീതി. മോളുടെ പേര് വിഷ്ണുപ്രിയ. ഏത് ക്ലാസ്സിലാ? +1. സ്കൂൾ എവിടെ? അവിടെ നാട്ടിലെ സ്കൂള്. ഈ ചേച്ചിക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? അതായത് ഈ പാട്ട്, ഈ മിമിക്രി അങ്ങനെ കൊടുക്കാറുണ്ട്. ചേച്ചി നല്ല എല്ലാം പഠിച്ചെടുക്കാൻ നല്ല മിടുക്കിയാണെന്ന് തോന്നുന്നു അല്ലേ? വഴക്കുണ്ടാക്കോ നിങ്ങൾ ചേച്ചിയും അനീതിയും വീട്ടില്? ഇല്ല, കൂട്ടുകാരാ. ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നാണ് അമൃത പറയണേ. ഓക്കെ. ഇനി ഇത് നമ്മുടെ ടീച്ചർ അല്ലേ? കൃപ ടീച്ചർ അല്ലേ? യെസ്. അപ്പൊ ടീച്ചർ പറയൂ, അതായത് ടീച്ചറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതേപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീച്ചറാണ്. സോ അമൃത എന്ന് പറയുന്ന സ്റ്റുഡന്റിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? അമൃതയെ പോലെ 16ഓളം കുട്ടികളുണ്ട് നമ്മുടെ സ്ഥാപനത്തില്. അപ്പോൾ ഇവളെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യം ഒരു വട്ടം കേട്ട് കഴിഞ്ഞാല് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അതായത് നമ്മളിപ്പോ വെറുതെ ഇങ്ങനെ ഒരു പാട്ട് മൂളിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ പോലും അവൾ അതിന്റെ ഫുള്ള് പാടി കേൾപ്പിക്കും. അങ്ങനെ ആ ഒരു ടാലന്റ് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാണ് കുറെ വേദികളിലൊക്കെ അവൾക്ക് പോകാൻ പറ്റി, ഇവിടെ എത്താൻ പറ്റി. കാരണം അവളും അതുപോലെ തന്നെ ആ കുട്ടിയും അവളുടെ വീട്ടുകാരും എടുക്കുന്ന ഒരു എഫേർട്ടാണ് അവർക്ക് വേണ്ടിയിട്ട്. മനസ്സിലായി. അപ്പൊ അതുകൊണ്ടാണ് അവൾക്ക് ഇവിടെ എത്താൻ പറ്റുന്നത് തന്നെ. ടീച്ചർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാമെന്ന് തോന്നാൻ ഒരു കാരണം? ഞാനിപ്പോ 9 വർഷമായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. ഞാനൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ്, സ്പീച്ച് തെറാപ്പിസ്റ്റും കൂടെയാണ്. അങ്ങനെ ആ ഒരു കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്റെ നാട്ടിൽ തന്നെ ഒരു സ്ഥാപനം തുടങ്ങിയതാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലെന്ന് വെച്ചാൽ ഒരു ഒത്തിരി ഉള്ളിലേക്കുള്ള ഒരു ഏരിയയാണ്. അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾക്കൊന്നും പുറത്തേക്കൊന്നും പോയി പഠിക്കാനോ അല്ലെങ്കിൽ ഒത്തിരി സാമ്പത്തികം മുടക്കി ഇവരെ പഠിപ്പിക്കാനുള്ള വീട്ടിലെ കുട്ടികളൊന്നും തന്നെയല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്നത്. നമ്മൾ ആരുടെയും കയ്യിൽ നിന്ന് ഫീസ് ഒന്നും വാങ്ങുന്നില്ല. അപ്പൊ ഇത് എങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നതൊക്കെ? കുറേയധികം ആളുകൾ നമ്മളെ അറിഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. അല്ലാതെ എന്റെ കൈകൾ എപ്പോഴും ശൂന്യാണ്, ഒന്നുമില്ല കയ്യില്. പക്ഷെ എന്തൊക്കെയോ 9 വർഷമായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ സഹായിച്ച് മുമ്പോട്ട്. സ്ഥാപനത്തിന് പിന്നിൽ ഒരു നന്മ ഉള്ളതുകൊണ്ടായിരിക്കാം അല്ലേ?
ആൻഡ് ടീച്ചർക്ക് അതായത് അമൃതയ്ക്ക് എന്താണ് ശരിക്കും ഒരു ഇഷ്യൂ ഉള്ളത്, ബൈ ബർത്ത് അങ്ങനെ സംഭവിച്ചതാണെന്ന് പറഞ്ഞല്ലോ. അതെ അതെ. അപ്പോൾ അത് എന്താണ് അതിന്റെ എന്തെങ്കിലും പേരുണ്ടോ? കാരണം ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് മെഡിക്കൽ. അതെ അതെ, അവള് മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടിയാണ്. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പം ഇത്ര ഏജ് ഉണ്ടെങ്കിൽ അവൾക്ക് ഇപ്പൊ 20 വയസ്സുണ്ട്. പക്ഷെ ആ 20 വയസ്സുള്ള ആളാണെങ്കിലും ചില സമയത്ത് എന്ന് വെച്ചാൽ ഒരു ചെറിയ കുട്ടികളുടെ രീതിയിലാണ് പെരുമാറുന്നത് എപ്പോഴും. പക്ഷേ ഇപ്പോൾ ഉള്ള ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇവിടെ ഇരുന്ന് അവള് സംസാരിക്കുക എന്നുള്ളതാണ് അവളിലുള്ള ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത്. കാരണം നമ്മൾ പൊതുസമൂഹത്തിലേക്ക് അവളെ നിന്ന് അവളുടേതായ വാക്കുകളിൽ കൂടെ സംസാരിക്കാൻ അവൾക്ക് പറ്റുന്നുണ്ട്. അപ്പൊ ആരുടെ സപ്പോർട്ട് ഇല്ലല്ലോ, അവളെ തന്നെയാണ് അവിടെ സംസാരിക്കുന്നത്. അതൊരു ടീച്ചർ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചോളം ഭയങ്കര അഭിമാനം. നമ്മുടെ സ്കൂളിനും അത് അഭിമാനമാണ്. അതെ അതെ. അപ്പോൾ ഇനിയിപ്പം ഈ 9 വർഷമായിട്ട് ഈ സ്ഥാപനം നടക്കുന്നു. ഇനി മുൻപോട്ട് എന്തെങ്കിലുമൊക്കെ എങ്ങനെ ആ സ്ഥാപനത്തിന് കൊണ്ടുപോകണം എന്നാണ് ടീച്ചറിന്റെ ഒരു ഐഡിയ? നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പൊ കുട്ടികൾക്ക് അക്കോമഡേഷൻ കൊടുക്കുന്നില്ല. ഞാനാണ് അവിടുത്തെ ഡ്രൈവർ. രാവിലെ പോകുന്നു, 3 ട്രിപ്പ് പോകുന്നു, കുട്ടികളെ വിളിച്ചുകൊണ്ട് വരുന്നു, പഠിപ്പിക്കുന്നു, അവരുടെ കാര്യങ്ങൾ നോക്കുന്നു. കൂടെ 1-2 പേരുണ്ട് സപ്പോർട്ട്. ഒരുപാട് സ്റ്റാഫിനെ നിർത്തിയൊന്നും ചെയ്യിക്കാനുള്ള ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സ്വയമേ തന്നെ കൂടുതൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനകത്തൊരു സംതൃപ്തിയുമുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഏറ്റവും സന്തോഷത്തോടുകൂടി എനിക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒരു സന്തോഷമാണ്. അപ്പം ഇവിടെ നമ്മൾ സ്കൂളിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 16 കുട്ടികളെയും എന്തെങ്കിലും ഒരു തൊഴിൽ പഠിപ്പിച്ച് സ്വന്തം കാലിൽ നിൽക്കാനൊരു പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതായത് കൈത്തൊഴിലുകൾ എന്തെങ്കിലും. അതെ അതെ. ഇപ്പൊ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നുണ്ട്, തയ്യലുണ്ട്, എല്ലാം. അമൃതയൊക്കെ തയ്ക്കുന്നുണ്ട് നന്നായിട്ട്. ഓ അത് ശരി. കമ്പ്യൂട്ടർ ഒക്കെ അറിയാം അമൃതയ്ക്ക്. കമ്പ്യൂട്ടർ അറിയാം. വെരി ഗുഡ്. എനിക്ക് തന്നെ കമ്പ്യൂട്ടർ അറിയില്ല. അടിപൊളി. പിന്നെ ഒരു റെന്റൽ ബിൽഡിങ്ങിലാണ് നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എത്ര കാലം പോകുന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മള് ഈ ഒരു പ്രോഗ്രാമിലൂടെ ഞാൻ പറയാണ്, ഇത് കാണുന്ന ആർക്കെങ്കിലും ടീച്ചറിന്റെ ഈ സ്ഥാപനത്തിനെ സഹായിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ സമീപിക്കുക. കാരണം ടീച്ചർ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഭയങ്കര അൺകണ്ടീഷണൽ ആയിട്ട് ഈ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ടീച്ചറെ സഹായിക്കാൻ തോന്നട്ടെ, എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു സഹായം ഒരാൾ എത്തട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു.